കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിൽ തകർന്ന വായാട് പാലം 2 വർഷമായിട്ടും പുനർനിർമ്മിച്ചില്ല. ഏത് സമയവും ഇടിഞ്ഞു വീഴാറായ പാലത്തിലൂടെയാണ് കുട്ടികളും പ്രായമായവരുടെയും സാഹസിക യാത്ര. മഴ ശക്തമായാൽ ഈ പാലത്തിലൂടെയുള്ള സഞ്ചാരം ഏറെ ദുഷ്കരമാണ്. എത്രയും വേഗം പാലം നിർമ്മിച്ചു നൽകുമെന്ന് ദുരന്തം നടന്ന സമയത്ത് പറഞ്ഞ അധികൃതർ ആരും പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. ജനം ക്യാമ്പയിൻ തുടരുന്നു. വിലങ്ങാടിന്റെ വിലാപങ്ങൾ. വിലങ്ങാടുള്ള വായാട് പാലമാണിത്. 2 വർഷം മുമ്പ് ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഈ പാലം പൂർണ്ണമായും തകർന്നു പോയിരുന്നു. എത്രയും വേഗം ഈ പാലം നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു അന്ന് അധികൃതർ നൽകിയ വാഗ്ദാനം. പക്ഷേ 2 വർഷങ്ങൾക്കിപ്പുറവും ഈ പാലത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇരുകരയും നിറഞ്ഞൊഴുകുന്ന പുഴ, ഉരുൾപൊട്ടലിൽ തകർന്ന പാലം, അപകടം മുന്നിൽ കണ്ടുള്ള സാഹസിക യാത്ര. പ്രാണഭയത്തോടെയല്ലാതെ ഈ വഴി ആർക്കും കടന്നു പോകാൻ കഴിയില്ല. പൊട്ടിയ പാലാണ് അത്. നമുക്ക് അവിടെ അവർ JCB എടുത്തു വെച്ച പാലമാണ്. അത് എപ്പോൾ വേണേലും പോകാം. അത് പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് വേറെ വഴിയില്ലല്ലോ. അപ്പുറത്തെ വഴിയും പോകാൻ പറ്റില്ല, ഇതിലും പോകാൻ പറ്റുമല്ല. എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ രോഗികളെ കൊണ്ടുപോകണമെങ്കിലും എല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. പിള്ളേരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ വരുന്നവരെ നമുക്ക് മനസ്സിലാത്തൊരു വിഷമം തന്നെയായിരിക്കും. എന്നുവെച്ചാൽ ഒത്തിരി വെള്ളമായാലും ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു വിഷമം തന്നെ നമുക്ക്. ഉരുൾപൊട്ടലിൽ വായാട് പാലം തകർന്നു. നാട്ടുകാരാണ് ഈ കാണുന്ന രീതിയിലേക്ക് ഈ പാലത്തെ ആക്കിയത്. താൽക്കാലികമായി ഉണ്ടാക്കിയ സംവിധാനം. പക്ഷേ 2 വർഷമായി ഇത് മാത്രമാണ് ഇവർക്ക് പുറത്തേക്ക് വരാനുള്ള ഏക വഴി. ഒരു തരത്തിലുള്ള പരിശോധനയും വേണ്ട, ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാം ഈ പാലം എത്രത്തോളം ബലക്ഷയമാണെന്ന്. ഈ പാലത്തിൻ്റെ നടുഭാഗം ഏതു സമയവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. പാലം ഇടിഞ്ഞ് ഏകദേശം വീഴാറായ ഒരു പാലമാണ്. താൽക്കാലികമായിട്ട് കൈവേരി വെച്ചിരുന്നേ ഉള്ളൂ. എന്നാലും ശാശ്വതമല്ല പാലത്തിൽ കൂടെ പോകുന്നത്. ഒരുപാടും ST ആൾക്കാരുള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ 3 വർഷമാകാനായി. ജൂലൈ 30 വന്നാൽ 3 വർഷം. 3 വർഷം കൊണ്ട് ഒരു പണി ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല. പണി പൂർത്തീകരിക്കാൻ തുടങ്ങിയിട്ട് വരില്ല പണി. അപ്പോൾ എപ്പോൾ തുടങ്ങുന്നൊന്നും അറിയില്ല. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്ന ഒന്നും അതിന് തീരുമാനമൊന്നായിട്ടില്ല. ജീവൻ പണം വെച്ചാണ് എല്ലാ ദിവസവും പോകുന്നതും വരുന്നതെല്ലാം ജീവൻ പണം വെച്ചാണ് പോകുന്നത്. മഴ ശക്തമായാൽ പാലത്തിലൂടെ പോകാൻ കഴിയില്ല. ദുരന്തമുണ്ടായ സമയത്ത് തകർന്ന ഈ പാലം ഉടൻ പുനർനിർമ്മിക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിരുന്നു. പക്ഷേ 2 വർഷമായിട്ടും ഒരു അനക്കവുമില്ല. അധികൃതരുടെ കെടുകാര്യസ്ഥതയെ പഴിച്ച് ജീവൻ കൈ പിടിച്ച് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യുകയാണ് നാട്ടുകാർ. എന്നെങ്കിലും ഒരു പുതിയ പാലം വരുമെന്ന പ്രതീക്ഷയിൽ. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം, കോഴിക്കോട്.